ഒരപ്പനും അമ്മയും അപ്പന്റെയും അമ്മയുടെയും സ്ഥാനം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോ യുവർ പൊസിഷൻ. നിങ്ങളുടെ സ്ഥാനം എന്താണ്? അത് അപ്പന്റെ അമ്മയുടെ സ്ഥാനമാണ്. അവനെ ഫ്രണ്ടായിട്ട് കണ്ടോളൂ, ഒക്കെ ശരിയാണ്. പക്ഷെ എപ്പോഴെങ്കിലും ഒരു അതിര് ക്രോസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ മോനെ നടക്കില്ല എന്ന് പറയാനുള്ള നട്ടല് അത് കോവിഡിന് ശേഷം പല മാതാപിതാക്കൾക്കും ഇല്ലാതായി പോയി. അല്ലെങ്കിൽ അതിനു മുമ്പേ തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് പിള്ളേര് ഈ ഒരു പൊട്ട സാധനം മാത്രം എടുത്ത് അതിലേക്ക് നോക്കി കംപ്ലീറ്റ് സമയം ഇരിക്കുന്നത്. ഇന്നത്തെ ആൺപിള്ളേരെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഇന്നത്തെ ആൺപിള്ളേരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്മാർക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ബോയ്സ്, ഓക്കെ, നിങ്ങളെ ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കരുത്. ഓക്കെ, ആൺപിള്ളേർക്ക് ആകെ വേണ്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഫോണാണ്. ഈ ആൺപിള്ളേരുടെ കോളേജിലൊക്കെ ധാരാളമായിട്ടുള്ള കുട്ടികളുടെ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് അവരോടൊരു ഡാൻസ് കളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇവന്മാര് കളിക്കില്ല, പേടിയാണ്, ടെൻഷനാണ്. എന്നാൽ പെൺപിള്ളേര് മറ്റേ സുനാമി വരുന്ന പോലെ വാങ്ങിയില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ബോയ്സ് ആണ് നിൽക്കുന്നത്, ഇവിടെ ഗേൾസ് ആണ്. ആ ബോയ്സിന്റെ അടുത്ത് നിന്ന് പോയി മിണ്ടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പാഞ്ഞ് സുനാമി ചെല്ലുന്ന പോലെ ചെല്ലും. അമ്മ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ ദ്വാരം ഉണ്ടെങ്കിൽ അതിനകത്തോടെ ചാടിപ്പോകും. എന്നോട് സംഭവിക്കുന്നത്, ആൺകുട്ടികൾ പ്രത്യേകിച്ച് അവര് ഏതിലേക്ക് ഒതുങ്ങി? ഈ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിലേക്ക് ഒതുങ്ങി. അതിന് പറയുന്ന സൈക്കോളജിയിൽ പറയുന്ന പേര്, ഈ കോവിഡിന് ശേഷം പറയുന്ന പേര് നോമോഫോബിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മൊബൈൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ ഏതോ ഒരു അവയവം കട്ട് ചെയ്യപ്പെടുന്നത് പോലെ ഒരു ഭീതി, ഒരു പേടി. അതുകൊണ്ട് ഈ മൊബൈൽ പിടിക്കാതെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ.